നമസ്കാരം. PSC ECEC സക്സസിലേക്ക് സ്വാഗതം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 245/2023 27/12/2023 നടന്ന LGS എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പറിലെ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് സോൾവ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 5 സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു 5^1 ദ ഹോൾ സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ 5 സ്ക്വയർ റേസ് ടു 1 ഇൻറ്റു 5^1 ലഘൂകരിക്കുക. ഇത് എഴുതി ലഘൂകരിക്കാം. അപ്പോൾ ഇവിടെ 5 സ്ക്വയർ ദ ഹോൾ സ്ക്വയർ a റേസ് ടു m ദ ഹോൾ റേസ് ടു n ഈ രൂപത്തിലാണിത്. ഇതെന്ന് പറഞ്ഞാൽ a റേസ് ടു m ഇൻറ്റു n ആണ്. അപ്പോൾ 5 റേസ് ടു 2 ഇൻറ്റു 2 അതായത് 5 റേസ് ടു 4 ഇൻറ്റു 5 റേസ് ടു 1 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 ഇൻറ്റു 2 വരും പവറിൽ 5 സ്ക്വയർ. ഇനി താഴെ ഡിനോമിനേറ്ററിൽ അതുപോലെ തന്നെ 5 റേസ് ടു 2 ഇൻറ്റു 1 2 ഇൻറ്റു 5 റേസ് ടു 1. ഇനി വീണ്ടും a റേസ് ടു m ഇൻറ്റു a റേസ് ടു n ഈക്വൽ ടു a റേസ് ടു m പ്ലസ് 1. ഇത് അപ്ലൈ ചെയ്യുക. 5 റേസ് ടു 4 പ്ലസ് 2 5 റേസ് ടു 4 ഇൻറ്റു 5 സ്ക്വയർ എന്ന് പറയുമ്പോൾ 5 റേസ് ടു m പ്ലസ് n 5 റേസ് ടു 4 പ്ലസ് 2 ഡിനോമിനേറ്റർ 5 റേസ് ടു 2 പ്ലസ് 1 5 റേസ് ടു 6 ഡിവൈഡഡ് ബൈ 5 ക്യൂബ്. ഇനി ഇവിടെ a റേസ് ടു m ഡിവൈഡഡ് ബൈ a റേസ് ടു n ഈസ് ഈക്വൽ ടു a റേസ് ടു m മൈനസ് n. അപ്പോൾ 5 റേസ് ടു 6 ബൈ 5 റേസ് ടു 3 5 റേസ് ടു 6 മൈനസ് 3 ഈക്വൽ ടു 5 റേസ് ടു 3 5 ക്യൂബ് ഈക്വൽ ടു 125. ഇത് ഓപ്ഷൻസിലില്ല, 125 ആണ് ഇതിൻ്റെ ഉത്തരം വരുന്നത്. ഉത്തരം 125 ഓപ്ഷൻസിൽ കൊടുത്തിട്ടില്ല. ഇനി അടുത്ത ചോദ്യം 10 റേസ് ടു 6 ഡിവൈഡഡ് ബൈ 10 റേസ് ടു 3 10 റേസ് ടു 6 ഡിവൈഡഡ് ബൈ 10 റേസ് ടു 3 എന്ന് പറയുമ്പോൾ a റേസ് ടു m ബൈ a റേസ് ടു n അതായത് a റേസ് ടു m മൈനസ് n 10 റേസ് ടു 6 മൈനസ് 3 ഈക്വൽ ടു 10 ക്യൂബ് ഈക്വൽ ടു 1000 ആണ് ഉത്തരം. 1000. ഓപ്ഷൻ എ 1000. അടുത്ത ചോദ്യം 1 മൈനസ് 1/4 ഒന്നിൽ നിന്നും കാൽ കുറച്ചാൽ മുക്കാലാണ്. 1 മൈനസ് 1/4 ഒന്നിൽ നിന്നും കാല് കുറയ്ക്കുമ്പോൾ മുക്കാൽ. അത് സ്റ്റെപ്പിൻ്റെ ആവശ്യമില്ല, മുക്കാലാണ്. ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം 2.5 ഇൻറ്റു 2.5 2.5 ഇൻറ്റു 2.5. അപ്പം നമുക്കറിയാം 25 ഇൻറ്റു 25 625 ആണ്. നമ്മൾ ആദ്യത്തെ സംഖ്യകളുടെ എല്ലാം വർഗം കാണാതെ പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇവിടെ 2 ദശാംശ സ്ഥാനം വരുമ്പോൾ ഇവിടെ 625 ഒറ്റ 10 ഇവിടെ നിന്ന് മാറ്റി ഇവിടെ ഒരു ഉത്തരത്തിലും 2 ദശാംശ സ്ഥാനങ്ങൾ വരണം. 6.25 ആണ് ഓപ്ഷൻ സി 6.25. അടുത്തത് 3 പ്ലസ് 8 ഇൻറ്റു 8 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 10. ഇവിടെ ബോഡ് മാസ് അപ്ലൈ ചെയ്യുക. അപ്പോൾ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഗുണനവും ഹരണവും വരുമ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് ആയിട്ട് നമുക്ക് പോവാം. അപ്പോൾ ഇവിടെ ആദ്യം 64 ചെയ്യാം. 64 3 പ്ലസ് 64 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 10 ഈക്വൽ ടു 3 പ്ലസ് 64 ഡിവൈഡഡ് ബൈ 10 6.4. ഇത് ഇവിടെ ചെയ്യുന്നു 6.4 ഇൻറ്റു 10 ഈക്വൽ ടു 3 പ്ലസ് 6.4 ഇൻറ്റു 10 64 ഈക്വൽ ടു 67 67 ഉത്തരം. ഇവിടെ ഗുണനവും ഹരണവും ഉണ്ട്. അപ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് ഇടതിൽ നിന്നും വലത്തേക്ക് പോകാം. ഇവിടെ ആദ്യം 8 ഡിവൈഡഡ് ബൈ 10 ചെയ്താലും ഉത്തരം ഒരുപോലെ തന്നെ വരും. അപ്പോൾ ഈ രീതിയിൽ ആണ് ചെയ്തു പോകുന്നത്. ഓപ്ഷൻ ബി 67. അടുത്ത ചോദ്യം 1.6 കിലോമീറ്റർ എന്നത് എത്ര മൈലാണ്? 1 മൈൽ.
1.6 കിലോമീറ്റർ ഈക്വൽ ടു 1 മൈൽ. ആൻസർ ഓപ്ഷൻ സി 1. അടുത്ത ചോദ്യം 1.75 ഭിന്നസംഖ്യാ രൂപം എഴുതുക. 1.75 ഓപ്ഷൻസിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. 1.75 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ സി വരില്ല, ഓപ്ഷൻ ഡി വരില്ല. പിന്നെ ഓപ്ഷൻ ബി 4/7 എന്ന് പറയുമ്പം അത് 1-ൽ താഴെയുള്ള ഒരു ഭിന്നസംഖ്യാ രൂപമാണ്. 1.75 എന്ന് പറയുമ്പോൾ ഒന്നിനേക്കാൾ മുകളിലാണല്ലോ, 1.25. അപ്പോൾ അത് 7/4 എന്ന ഓപ്ഷൻസിൽ നിന്ന് തന്നെ കിട്ടും. 1.75 നമുക്ക് ഓപ്ഷൻസിൽ നിന്ന് തന്നെ കിട്ടും. 7/4. ഇനി 7/4 നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും 1 and 3/4. അതായത് 3/4 എന്ന് പറഞ്ഞാൽ 3/4. 1.75 ചെയ്ത് നോക്കാണ്ട് ഓപ്ഷൻസ്. അടുത്ത ചോദ്യം 80% അതിൻ്റെ ഭിന്നസംഖ്യയ്ക്ക് ഏതിൻ്റെ ഭിന്നസംഖ്യയ്ക്ക് തുല്യമാണ്? 80% എന്ന് പറയുമ്പോൾ ഇതും നമുക്ക് ഓപ്ഷൻസിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാം. 80% എന്ന് പറഞ്ഞാൽ 8/10. 8/10 എന്ന് പറഞ്ഞാൽ 4/5. 4/5 ഓപ്ഷൻ എ. അടുത്ത ചോദ്യം ഒരു കച്ചവടക്കാരൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന 50% ആപ്പിൾ വിറ്റു. ഇനി അയാളുടെ കയ്യിൽ 450 ആപ്പിൾ ഉണ്ടെങ്കിൽ ആകെ അയാളുടെ കയ്യിൽ എത്ര ആപ്പിൾ ഉണ്ടായിരുന്നു? ആകെയുള്ളതിൻ്റെ 50% വിറ്റു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ പകുതി വിറ്റു എന്നാണ്. 50% വിറ്റു, അതായത് പകുതി കയ്യിലുണ്ടായിരുന്നതിൻ്റെ പകുതി വിറ്റു. അപ്പോൾ ബാക്കി പകുതിയാണ് 450. അപ്പോൾ ഉണ്ടായിരുന്നതിൻ്റെ പകുതിയാണ് ഇപ്പോൾ കയ്യിലുള്ള പകുതി വിറ്റ് ബാക്കി പകുതി, ഇതാണ് 450. അപ്പോൾ ആകെ ഉണ്ടായിരുന്നത് 900. ഉത്തരം 900. ആകെ 900 ഉണ്ടായിരുന്നത്. ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം 200ൻ്റെ 20% എത്ര? 200ൻ്റെ 20% എന്ന് പറയുമ്പോൾ 200ൻ്റെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ ഉള്ളത്, അതായത് 40. ഉത്തരം 40. അടുത്തത് വ്യത്യസ്തമായത് എഴുതുക. ട്രിവാൻഡ്രം, കണ്ണൂർ, കൊല്ലം, മൂന്നാർ. അതിൽ മൂന്നാർ മാത്രമാണ് വ്യത്യസ്തം, ബാക്കിയെല്ലാം ജില്ലകളാണ്. മൂന്നാർ ബാക്കിയെല്ലാം, അത് മാത്രമാണ് ജില്ലയല്ലാത്തത്, ബാക്കിയെല്ലാം ജില്ലകളാണ്. അടുത്ത ചോദ്യം ഒരു നിശ്ചിത കോഡ് ഭാഷയിൽ മലപ്പുറം എഴുതി കാണിക്കാം. ഇങ്ങനെയാണെങ്കിൽ കാസർഗോഡ് എങ്ങനെ? KASARGOD. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, എമ്മിൻ്റെ തൊട്ടടുത്ത N ആണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ KHIJKL. ഇനി എയുടെ തൊട്ടടുത്ത B ആണ്, അപ്പോൾ ഇവിടെ B അടുത്തത്. ഇനി L കഴിഞ്ഞുള്ള M ആണ് കോഡിലടുത്ത് കൊടുത്തിരിക്കുന്നത്, അപ്പോൾ ഇവിടെയും S കഴിഞ്ഞാൽ ST. ഇനി അതുപോലെ അടുത്തതും 4th വണ്ണും A കഴിഞ്ഞുള്ള B ആണ്, അപ്പോൾ നമുക്ക് ഇവിടെയും A കഴിഞ്ഞുള്ള B കൊടുക്കുന്നു. ഇനി അടുത്തത് PP എന്നുള്ളത് അടുത്തത് QQ, തൊട്ടടുത്ത ആൽഫബറ്റ്. അപ്പോൾ 6 കഴിഞ്ഞാൽ S. ഇനി U കഴിഞ്ഞുള്ള V, അപ്പോൾ അടുത്തതിലും G കഴിഞ്ഞ് H. ഇനി 6 കഴിഞ്ഞുള്ള S. ഇവിടെ H കൊടുത്തു, H. ഇനി മലപ്പുറം 6ന് S, തൊട്ടടുത്തുള്ള ആൽഫബറ്റ് A കഴിഞ്ഞ് B. അപ്പോൾ ഇവിടെ FG കാസർഗോഡ് എന്നുള്ളതിൽ GO കഴിഞ്ഞ് P. ഇനി ഏറ്റവും ലാസ്റ്റ് വരുമ്പോൾ ശ്രദ്ധിക്കുക, അവിടെ M അതുപോലെ തന്നെയാണ് റീറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും D അതുപോലെ തന്നെ എഴുതുക. D. LBT BSH PD. അവ ലാസ്റ്റ് വരുമ്പം ഇത് മാറ്റമില്ല. ഇവിടെ LBT BSB കാസർഗോഡ് എന്നുണ്ട്, അപ്പം ഒരു ബിയും കൂടെ ഉണ്ട് ഇടയ്ക്ക്. BSB
HPD. കാസർഗോഡ് എന്നാണ് കൊടുത്തിരുന്നത്. LBT, BS, BHPD. ഓപ്ഷൻ എ ആണ്. എ ഓർ സി ആണെന്നുള്ളത് ആദ്യമേ കാണുമ്പോൾ മനസ്സിലാവും. പക്ഷേ അവിടെ ഏറ്റവും ലാസ്റ്റ് ആൽഫബറ്റ് സെയിം തന്നെയാണെന്നുള്ളത് ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം 1, 5, (66) to 80. 1, 5, (66) to 80. അപ്പോൾ ഈ സീരീസ് 1 into 1 plus 4, സെക്കൻഡ് ടേമായ 5 കിട്ടി. ഇനി 2 into 5 plus 4, 18. തേർഡ് ടേം വരുമ്പോൾ 3 into 18 plus 4, 66 കിട്ടുന്നുണ്ട്. തേർഡ് വരുമ്പോൾ തേർഡ് 66 കിട്ടി. ഫോർത്ത് വരുമ്പോൾ 4 into 66 plus 4, 280. അപ്പോൾ ഇവിടെ ആൻസർ 18 ആണ് തേർഡ് ടേം ആയിട്ട് വരുന്നത്. ഫസ്റ്റ് ടേം 1 തന്നെയാണ്. അത് കഴിഞ്ഞാൽ 1 into 1 plus 4, 2 into കിട്ടുന്ന ആൻസർ പ്ലസ് 4, ആ രീതിയിൽ പോകുന്ന സീരീസാണിത്. ആൻസർ 18. ഓപ്ഷൻ ബി 18. ഇതാണ് ഇതിൽ കുറച്ച് സമയം എടുത്ത് ചെയ്യേണ്ടി വന്ന ഒരു ചോദ്യം തോന്നുന്നു. കുറേ സീരീസ് ഈ ടൈപ്പ് ഫെമിലിയർ ആണെങ്കിലും പെട്ടെന്ന് ഇത് ഒന്ന് ഇതാണ് എന്നുള്ളത്, കാരണം നമ്മൾ ക്യൂബിലേക്ക് പോവും, ക്യൂബോയിൻ്റെ ഇമ്മീഡിയറ്റ് അടുത്താണോ എന്നുള്ളത് നോക്കും. 64ൻ്റെ അടുത്ത് 66ഉം ഒക്കെ കാണുമ്പം തോന്നും 8ൻ്റെ അടുത്തുള്ള 5, ഇതൊക്കെ കാണുമ്പോൾ ക്യൂബ് റിലേറ്റഡ് ആണോ എന്ന് നോക്കും. പക്ഷേ അതല്ല, ഈ സീരീസ് ഇങ്ങനെയാണ് പോകുന്നത്. അടുത്ത ചോദ്യം ABC CDE -GHI. അപ്പോൾ ABC പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ പോകുന്നു. CDE അപ്പോൾ EFG. അടുത്ത ചോദ്യം 10 into 4 divided by 5 plus 5 minus 2. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും വരുമ്പോൾ ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ നമുക്ക് അതാദ്യം ചെയ്യാം. ബോർഡ് മാസിൽ ഡിവിഷൻ ആദ്യം ഉണ്ടെങ്കിലും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒരുമിച്ച് വരുമ്പോൾ ആദ്യമുള്ളത് ലെഫ്റ്റ് ടു റൈറ്റിൽ പോകാം. അപ്പോൾ 40 divided by 5 plus 5 minus 2. ഇനി ഡിവിഷൻ 40 divided by 5, 8 plus 5 minus 2. 8 plus 5, 13. 13 minus 2 equal to 11. 11 ഉത്തരം. 11 ഓപ്ഷൻസിൽ കാണുന്നില്ല. 11 ഉത്തരം. അടുത്തത് DEHL. അടുത്ത ആൽഫബറ്റ് കണ്ടുപിടിക്കുക. D കഴിഞ്ഞ് തൊട്ടടുത്ത ആൽഫബറ്റ് E. അതിനാൽ EFG. H രണ്ടാണ്. ഇവിടെ തൊട്ടടുത്തത് ആണ്. ഇവിടെ 2 ആൽഫബറ്റ്സ് കഴിഞ്ഞ് വരുന്ന H. ഇനി IJKL. 1, 3, 1, 2, 3. ഇനി അടുത്ത L കഴിഞ്ഞാൽ MNOPQ. അപ്പോൾ Q ആണ് ആൻസർ വരുന്നത്. പ്രൊവിഷണൽ ആൻസർ കീയിൽ ഉള്ള ആൻസർ മറ്റൊന്നാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഫൈനൽ ആൻസർ കീ വരുമ്പോൾ ഒന്നും കൂടി ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലൊന്ന് നോക്കിയാൽ മതി, അവിടെ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ കിട്ടുന്നത് Q ആണ് ആൻസർ. ഇത് മറ്റേ ആൻസർ കീയിലെ ഇത് തന്നെയാണോ എന്ന് അറിയില്ല, ഒരു ഡൗട്ടുണ്ട്.
അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഉത്തരം അങ്ങനെ തോന്നുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ അത് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അടുത്ത ചോദ്യം, ഡോർ, വുഡ്, ഹൗസ്, സിമൻറ്റ്. ഡോറ് വുഡ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്, ഹൗസ് സിമൻറ്റ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അടുത്ത ചോദ്യം, വ്യത്യസ്തമായത് കണ്ടെത്തുക. 88, 95, 61, 73. ഇവിടെ ഇപ്പം 88 ആണ് വ്യത്യസ്തമായിട്ടുള്ളത്. ഇത് മാത്രമാണ് ഒരേ ഒരു ഈവൻ നമ്പർ അഥവാ ഇരട്ട സംഖ്യ. ബാക്കിയെല്ലാം ഒറ്റ സംഖ്യകളാണ്. ഓപ്ഷൻ എ 88. അടുത്തത് 12, 14, 16, 18. 12, 14, 16, അടുത്തത് 18 ആണ്. അടുത്ത ചോദ്യം, -12 നിന്നും -10 കുറയ്ക്കുക. -12 -10 ഈക്വൽ ടു -12 + 10. ഇനി രണ്ട് സംഖ്യകൾ ഓപ്പോസിറ്റാണ് ചിഹ്നമെങ്കിൽ അതിൻ്റെ വ്യത്യാസം കണ്ടിട്ട് വലുതിൻ്റെ ചിഹ്നമിടുക. -2. ആൻസർ ഓപ്ഷൻ സി -2. അപ്പോൾ ഇത്രയുമാണ് ഈ ചോദ്യപേപ്പറിലെ പ്രൊവിഷണൽ ആൻസർ, ഇത് മാത്സ് ക്വസ്റ്റ്യൻസിൻ്റെ ഉത്തരങ്ങൾ. ഇനി ഒരു ചോദ്യത്തിൽ ഒരു പ്രൊവിഷണൽ ആൻസർ കീയുമായിട്ടൊരു വ്യത്യാസം കാണുന്നുണ്ട്. അപ്പോൾ അത് ഫൈനൽ ആൻസർ കീ വരുമ്പോൾ ആ ആൻസറിൽ മാറ്റമുണ്ടോ എന്നുള്ളത് നോക്കാം. താങ്ക് യു. ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.